ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ ദുഃഖമേറിയ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞു കാണും. ഇതെങ്ങനെ പറയണം, എങ്ങനെ തുടങ്ങണം, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചെറിയ മക്കളുള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കാണണം. നമുക്കറിയാം, ഇന്നലെയും ഇന്നും മിഞ്ഞാന്നൊക്കെ ആയിട്ട്, എനിക്കോട് മിഞ്ഞാന്ന് രാത്രി മുതലാണ് ഈ ഒരു സംഭവം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വന്നത്. വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കാണാതായി എന്നുള്ളൊരു വിവരം. അതും സ്വന്തം അമ്മയുടെ കൂടെ നിന്നാണ്. ആ ഒരു സമയത്താണ് കുഞ്ഞിനെ കാണാതാവുന്നത്. പക്ഷേ എല്ലാവർക്കും അമ്മയെ തന്നെയായിരുന്നു സംശയം. അമ്മ തന്നെയാണ് അവിടെ കുറ്റവാളി ആവുന്നതും. എങ്കിലും അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോഴാണെങ്കിൽ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഈ 4 വയസ്സായ പിഞ്ചു കുഞ്ഞ് പീഡനത്തിനിരയായിട്ടുണ്ടെന്ന്. അതും മരിക്കുന്നതിനും ഒരു ദിവസം മുമ്പ് പോലും കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. ആരെന്നറിയോ? സ്വന്തം അച്ഛൻ്റെ സഹോദരൻ. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുച്ഛം, എന്താ പറയുക ഇതിനെ, എന്ത് സഹോദരനാണ് അയാൾ, എങ്ങനെ മനസ്സ് വന്നു എന്നുള്ളതാണ്. ശരിക്കും ആട്ടിൻ തോലിട്ട ചെന്നായ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഓർമ്മയാണ് വരുന്നത്. അച്ഛന് തുല്യമാണല്ലേ അച്ഛൻ്റെ സഹോദരൻ. പക്ഷെ അയാൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യുന്നു എന്ന് വെക്കുമ്പോൾ ഞാൻ അതുമാത്രമല്ല ചിന്തിക്കുന്നത്, ഇതുപോലെ ഇയാൾ എത്ര കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്ത് കാണും. ഇത് വെറും 4 വയസ്സായ കുഞ്ഞ്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു പൊടിക്കുഞ്ഞിനെ ഇയാൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒന്നുകിൽ അയാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് മൊത്തം ആ കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തിയത് ആ കുട്ടിയുടെ അമ്മയെ തന്നെയാണ്. കാരണം സ്വന്തം അമ്മ ഒരു കുഞ്ഞിനെ കൊല്ലുമോ, പുഴയിൽ എറിയുമോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം നമ്മളൊരു കുഞ്ഞിനെ ഏത് രീതിയിലാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. കുഞ്ഞ് വീഴാനോ അല്ലെങ്കിൽ ഓടാനോ ചാടാനോ ഒന്നും ഇത് എന്താ പറയുക, ചെറിയ മക്കളെ നമ്മളങ്ങനെ സമ്മതിക്കില്ല. കാരണം എവിടെയെങ്കിലും പൊട്ടിയാലോ മുറിഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ കൂടെ നിൽക്കും. ഇപ്പോൾ എനിക്ക് 1 വയസ്സായ കുഞ്ഞുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഫുൾ ടൈം ഈ കുഞ്ഞിൻ്റെ കൂടെയാണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉറങ്ങത്ത് പോലുമില്ല. നമുക്ക് ആ ഉറങ്ങാനുള്ള സമയം കിട്ടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അങ്ങ് എണീക്കും. കുഞ്ഞ് വീണോ അല്ലെങ്കിൽ ഓടിയോ ചാടിയോ ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും. പക്ഷേ എന്നിട്ടും ഈ ഒരു അമ്മ ഈ പെൺകുഞ്ഞിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുഴയിൽ എറിഞ്ഞത് എന്നുള്ളൊരു സംശയം നമുക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്ത്? ഒരു പക്ഷേ ഇയാളുടെ ശല്യം കൊണ്ടായിരിക്കാം. ഇയാൾ ഉപദ്രവിക്കുന്ന വിവരം ഒരു പക്ഷേ ഈ അമ്മയ്ക്ക് മുമ്പേ അറിയാം. അമ്മയ്ക്കും അച്ഛനൊക്കെ അറിയാമായിരിക്കാം. ഈ അച്ഛൻ്റെ സഹോദരൻ തന്നെ ഇന്നലെ ഞാൻ കുറേ വീഡിയോയിൽ കണ്ടു. അച്ഛൻ്റെ കൂടെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗം. നമുക്കെന്തായാലും അതെടുത്ത് ഇവിടെ ഇടാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ കരയുമ്പോൾ തന്നെ അയാളുടെ മുഖത്ത് തന്നെ നല്ലൊരു അഭിനയം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാട്ടുകാരും ബന്ധുക്കളൊക്കെ പറയുന്നത് കേട്ടു, അച്ഛൻ്റെ സഹോദരൻ നല്ല ആളാണ്, കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്, ഇയാളുടെ ബ്രദേഴ്സിനൊക്കെ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്, അവർ നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള ഉദ്ദേശം വെച്ചിട്ടായിരിക്കും ഇവരൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ദ്രോഹി, ഞാൻ പറഞ്ഞില്ല, ഈ 3-4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഈ ഒരു ദുരുപയോഗം ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് എത്ര വേദന സഹിച്ച് കാണും. ചെറിയ കുഞ്ഞല്ല, ആ കുഞ്ഞ് കരഞ്ഞു കാണില്ല ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ. ഞാൻ അതും ചിന്തിക്കുകയാണ്, ഈ കുഞ്ഞിനോടൊക്കെ ഇങ്ങനെ ഒരു ഇത് ഇയാൾക്ക് തോന്നണമെങ്കിൽ എന്തായിരിക്കും അത്? അതുമാത്രമല്ല, അയാളുടെ അമ്മയും ഭയങ്കരമായിട്ട് ഇങ്ങനെ മരുമകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ ആയിരുന്നു ചാനലിനകത്ത് വന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ സംഭവം മുമ്പേ അറിയാമായിരിക്കാം. പക്ഷെ എല്ലാം ഇവർ ഈ മരുമകളുടെ തലയിൽ കൊണ്ടുപോയി കിട്ടും. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ മരുമകൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ളത് മറ്റു വാർത്തകളിൽ അറിയാൻ പറ്റി. പിന്നെ സഹോദരിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട്, ചെറിയതായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്, ബുദ്ധിക്ക് കുറവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവർക്ക് ഒന്നും അവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കില്ലേ ഈ കുഞ്ഞിനെ അവർ കൊന്നത്. ഇവർക്ക് അവിടെ സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടാവില്ല. ഇവരെയൊക്കെ ഒരുപക്ഷെ പേടിച്ച് ജീവിക്കുന്നതായിരിക്കാം. എന്നിട്ടും പിന്നെ അവരുടെ ഭർത്താവിൻ്റെ അമ്മ പറയുന്നുണ്ട്, മറ്റേ കൊച്ചിനെ ടോർച്ച് വെച്ച് അടിച്ചു. പക്ഷേ ഏതൊരു സ്ത്രീയും ആസ് എ വുമൺ, ഏതൊരു സ്ത്രീയും സ്വന്തം മക്കളെ ഒരിക്കലും ഉപദ്രവിക്കില്ല. ഒന്നുകിൽ അവർക്ക് മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒന്നുകിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ദേഷ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് സ്വന്തം മക്കളെയാണ്. അപ്പോഴവർ പോയി അങ്ങ് ഇടിക്കും. കാരണം അത് സ്വന്തം മക്കളാണ്. അപ്പോൾ ആരെയും പേടിക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊക്കെ മക്കൾക്ക് കൊടുക്കും. ഞാൻ ചില ആൾക്കാരെയൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമ്മൾ പോയ സംഭവം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ നേരെ പോയി കൊച്ചുങ്ങളെ പോയി അടിക്കുന്നത് കാണും. പണ്ടൊക്കെ കാണാറുണ്ട് കേട്ടോ, ഞങ്ങൾ ചെറിയ പ്രായത്തിലൊക്കെ. ഇപ്പോഴുണ്ട് അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. ഒന്നുകിൽ ഭർത്താവിനോട് ഫൈറ്റ് ചെയ്യുന്നത് കാണാം,
അല്ലെങ്കിൽ പോയി നേരെ ഇടിക്കുന്നത് ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചിട്ടും ഭർത്താവിൻ്റെ ഉമ്മയുടെ മുമ്പിൽ ഒക്കെ വെച്ചിട്ടും മക്കളെയാണ്. കാരണം ഇവർക്കൊക്കെ ഫീലാവും. ഈ മക്കളെ അങ്ങ് ഇടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചിന്ത അങ്ങനെയാണ്. ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവട്ടെ, സങ്കടമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനങ്ങ് കൊടുക്കും. അങ്ങനെയുള്ള സ്ത്രീകൾ ഇഷ്ടംപോലെ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിലും കുഞ്ഞിനെ കൊല്ലില്ലല്ലോ. പക്ഷെ കുഞ്ഞിനെ കൊന്നത് എനിക്ക് തോന്നിയത് തന്നെയാണ്. ഈ കുഞ്ഞിനെ ഇങ്ങനെ ഏകദേശം 1.5-2 വർഷമായിട്ട് ഇയാൾ ഈ കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഇപ്പോൾ കുഞ്ഞിന് 4 വയസ്സ്. അപ്പോൾ ഇയാൾ 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് കുഞ്ഞിനെ പീഡിപ്പിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് വയസ്സെത്രയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഒന്നും വെറുതെ വിടരുത്. സാമൂഹ്യ ദ്രോഹിന്നോ എന്താണ് ഇതിനെയൊക്കെ പറയുക? അപ്പം ഞാനിങ്ങനെ അതും ചിന്തിക്കുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ അച്ഛന് ഈ വിവരം അറിയത്തില്ലേ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അറിയാമായിരിക്കാം. അതും ഹൈഡ് ചെയ്തതായിരിക്കാം. സ്വന്തം സഹോദരനല്ലേ, പറയാൻ പറ്റില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരുടെ കുടുംബ ബന്ധം അവർ സേഫാക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യും. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, ഇനിയിപ്പോൾ ഈ ഒരു കഥകളൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ചെറിയ മക്കളാകുമ്പോൾ നമുക്കും ടെൻഷനാണ്. കാരണം നമുക്കും കുഞ്ഞു മക്കളുള്ളതല്ലേ. നമുക്ക് എവിടെയും നമ്മുടെ മക്കളെ ഏൽപ്പിച്ച് പോകാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ? അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക. നമുക്ക് ഇപ്പോൾ ഞാൻ കാണുന്ന നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും മക്കളെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ വിടുന്നത് കാണാം. ഞങ്ങളിപ്പോൾ ഇവിടെ UAE ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിടാറില്ല, എവിടെയും വിടാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നിടത്ത് നമ്മൾ കൊണ്ടുവരും. പക്ഷെ ചില വീടുകളിൽ നമ്മൾ കാണുന്നുണ്ട്, അങ്കിളുടെ വീട്ടിൽ പോവും, അല്ലാതെ അയൽവാസികളുടെ വീട്ടിൽ പോവും. കുഞ്ഞു മക്കളെ അവർ വിടുന്നുണ്ട്. എവിടെയെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നൈബേഴ്സിനെ ഏൽപ്പിക്കുക. പക്ഷേ ഇനി നിങ്ങൾ ചിന്തിക്കണം, ഇനിയാണ് ചിന്തിക്കേണ്ടത്. കാരണം ഈ 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനോട് ഈ ഒരു ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ 10ഉം 11ഉം വയസ്സുള്ള നിങ്ങളുടെ മക്കളുടെ സുരക്ഷ അതെവിടെയാണ്? നിങ്ങൾ വിശ്വസിച്ചിട്ട് ഓരോ വീട്ടിലും നിങ്ങളുടെ കുട്ടികളെ കൊണ്ടാക്കുന്നില്ലേ? പക്ഷെ ഒരിക്കലും നിങ്ങളുടെ മക്കൾ അവിടെ സേഫല്ല. ഇതുപോലെയുള്ള നീചന്മാർ അവിടെ ഉണ്ടാവും, ഷുവറാണ്. പക്ഷേ മക്കൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതൊന്നും പറയാൻ അവർക്ക് അറിയില്ല. ഇതെന്താണെന്ന് അവർക്കറിയില്ല. 15 വയസ്സായിട്ടും അറിയാത്ത കുട്ടികളുണ്ട്. പക്ഷെ പിന്നെയല്ലേ ഈ പൊടിക്കുഞ്ഞ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലേ ഇടിച്ച് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഉമ്മയായതുകൊണ്ടായിരിക്കും എനിക്ക് അതിങ്ങനെ പറയേണ്ടി വരുന്നത്. ഞാൻ രാവിലെ ഈ ഒരു വാർത്ത ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേ വീഡിയോ എടുത്തു, 4-5 വീഡിയോ എടുത്തിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ വേദന, ഈ കുഞ്ഞിൻ്റെ ആ ഒരു വേദനയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചിന്തിച്ചിട്ട് ആകെ ഞാൻ വിങ്ങിപ്പൊട്ടുമായിരുന്നു. കാരണം ചെറിയ കുഞ്ഞല്ലേ, നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു അമ്മയ്ക്കും ഒരു ഉമ്മയ്ക്കും അതൊന്നും സഹിക്കാൻ പറ്റില്ല. ചെറിയ മക്കളെ അങ്ങനെ ഒരു ഉപദ്രവിച്ചിട്ട് അല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ല, മരിക്കുന്നതിന് 1 ദിവസം മുമ്പ് പോലും ഈ കുഞ്ഞിനെ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. എനിക്കാണെങ്കിൽ തീരെ ഇന്ന് ഫുൾ ഡേ എൻ്റെ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി എന്ന് പറയാം. അതുപോലത്തെ അവസ്ഥയായിരുന്നു ഇന്നത്തെ അവസ്ഥ. നമുക്കറിയില്ല ഒന്നും, ആരെയും നമുക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു വിഷമം എങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കണം എന്നറിയുന്നില്ല. എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നുണ്ട്. ഞാൻ ഇന്നാണെങ്കിൽ വ്ളോഗ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മുഖം ഇങ്ങനെ മനസ്സിനകത്ത് വരികയാണ്. എല്ലാവരും സൂക്ഷിച്ചോളാം. എനിക്കിത് മാത്രമേ ഉള്ളൂ നിങ്ങളോട് പറയാം. നിങ്ങളുടെ മക്കളെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊന്നും ഒരിക്കലും വിടരുത്. എത്ര നല്ല ഫാമിലി ആണെങ്കിലും അവർക്കൊക്കെ ഒരു നെഗറ്റീവ് മൈൻഡ് ഉണ്ടാവും, ഷുവറാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള അങ്കിളും അമ്മാവന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അമ്മമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പോയി ഇങ്ങനെ ഇതുപോലെ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരുടെയും മക്കളെ സേഫാക്കി വെക്കുക. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആ കുഞ്ഞിന് കുഞ്ഞിൻ്റെ ആത്മാവിന് ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.